തലയോട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, ബലാത്സംഗം, കുഴിച്ചുമൂടാൻ നിർബന്ധിതനായി, ജീവന് ഭീഷണി, എല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ത്? അൽ ജസീറയുടെ താല്പര്യവും മീഡിയ വണ്ണിൻ്റെ താല്പര്യവും ഐഡൻറ്റിഫൈ ചെയ്യണം ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ചില തീവ്രവാദ സംഘടനകൾ അവരുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഹൈന്ദവരുടെ വികാരം വ്രണപ്പെടും, അതിനുള്ളൊരു സന്തോഷം, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് രാജ്യത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് കേന്ദ്ര ഏജൻസി വരുമെന്നാണോ താങ്കൾ പറയുന്നത്? വരണം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയം, അത്തരം കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആ ഒരു വാർത്തകളുടെ ഒരു അതിപ്രസരത്തിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയൊരു സാധനമാണ് ധർമ്മസ്ഥലയിൽ നടന്ന സംഭവങ്ങൾ. താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശരിക്കും ധർമ്മസ്ഥലത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ഗൂഢാലോചന ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നിൽ ആരാണ്? ഇനിയും പുറത്ത് സത്യങ്ങൾ വരേണ്ടതുണ്ട്. താങ്കളുടെ റീഡിങ് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും ഇത് വളരെ വ്യാപകമായ ഒരു മറുപടി അർഹമായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നമ്പർ 1, ധർമ്മസ്ഥലയിലെ കേന്ദ്രമാക്കി ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് ആദ്യം താങ്കൾ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഒരിക്കൽ പോയിട്ടുണ്ട്. ഞാൻ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ട്. മൂകാംബികയിൽ പോയ വഴിക്ക് അവിടെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്. അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. 3 ദിവസം വരെ സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു കാർ മ്യൂസിയമുണ്ട്. പഴയ കാർ തൊട്ടുള്ള എല്ലാ കാറുകളും സൂക്ഷിച്ചിരിക്കുന്നൊരു മ്യൂസിയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉപകരണങ്ങൾ, പഴയ റേഡിയോ, പഴയ ഫാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൻറ്റിക് വസ്തുക്കൾ ഉൾപ്പെടുന്ന നല്ലൊരു മ്യൂസിയമുണ്ട്. അവിടെ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്, പലതരത്തിലുള്ള ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എനിക്ക് പോയപ്പോഴന്ന് കിട്ടിയത് നല്ല മെച്ചപ്പെട്ട ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. നല്ല മുറി, അറ്റാച്ച്ഡ് ബാത്റൂം, ഇതെല്ലാം സൗജന്യമാണ്. ഭക്ഷണം എല്ലാം സൗജന്യമാണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഇത് എങ്ങനെയാണ് ഇതൊക്കെ അവർക്ക് നടത്താൻ കഴിയുന്നത്? അവിടെ കിട്ടുന്ന വരുമാനം കൊണ്ടും. അതുപോലെ തന്നെ ഇത് നടത്തിക്കൊണ്ടിരുന്നത് വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറഞ്ഞ ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ സമ്പന്നനാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അദ്ദേഹം ജൈനനാണ്, ഹിന്ദു അല്ല. അപ്പം അതേസമയം മഞ്ജുനാഥ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമാണ്, ജൈന ക്ഷേത്രമല്ല. അപ്പോൾ ഒരു മതമൈത്രിയുടെ ഭാഗം കൂടെ ഈ ധർമ്മസ്ഥലയ്ക്കുണ്ട്. കാരണം ഒരു ജൈന മതവിശ്വാസി നടത്തുന്ന ഹിന്ദു ക്ഷേത്രം. ജൈനന്മാരെ കേരളത്തിലെ അപൂർവമാണെങ്കിലും ഏതാണ്ടില്ല എന്ന് പറയാം. വീരേന്ദ്രകുമാറിൻ്റെ ഫാമിലി ഒഴിച്ചിടത്തേ ഇല്ല. ഉത്തരേന്ത്യയിൽ വലിയ സ്വാധീനമുള്ള വലിയ ബിഗ് ബിസിനസ് ഗൺസ് ജൈന മതത്തിലുണ്ട്. അപ്പോൾ അവർ വളരെ കർശനമായ മതാചാരങ്ങൾ പാലിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ജൈനൻ നടത്തുന്ന ഒരു ഹിന്ദു ക്ഷേത്രം എന്നുള്ള നിലയിൽ അതിനൊരു പ്രത്യേക ഒരു യുണീക്ക് ക്യാരക്ടറുണ്ട് ഈ ധർമ്മസ്ഥല ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിന് അതിൻ്റെ സൽപ്പേരിനെ, അതായത് ഈ അതിൻ്റെ അധികാരികൾ, ക്ഷേത്രം നടത്തുന്ന അധികാരികൾ, അവർക്ക് വലിയ ആദരവാണ്. അവിടെ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ വലിയ അംഗീകാരം കിട്ടുന്ന ആളുകൾ. അവിടെ ചെല്ലുന്നവരൊക്കെ അവരെ ഒന്ന് അംഗീകരിക്കാൻ പോകാൻ പറ്റുകയില്ല. അത്ര വലിയ ചാരിറ്റിയാണ് അവർ ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിനെ കുറിച്ച് ഈ ആരോപണം വന്നപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ദുഃഖം തോന്നി. അപ്പം ഞാൻ ഇന്നലെ വരെ ബഹുമാനിച്ചിരുന്ന ആളുകൾ ഇത്ര അധമന്മാരാണോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പം ഞാൻ ഒരു സാധാരണ പത്രവായനക്കാരനാണ്, അല്ലെങ്കിൽ TV പ്രേക്ഷകനാണ് ഞാൻ. ഒരാരോപണം വന്നാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ജേർണലിസ്റ്റുമാണ്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് തൊടാതെ വിഴുങ്ങുകയല്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ഇത്രമാത്രം വലിയൊരു ആരോപണം വന്നപ്പോൾ ഇതിനെക്കുറിച്ചൊരു സംശയം സ്വാഭാവികമായിട്ട് എനിക്ക് എന്തുകൊണ്ടെന്ന് കരുതി. അതായത് ഒരു ശുചീകരണ തൊഴിലാളി എന്നാണ് തുടങ്ങുന്നത്. അതാണ് കൃത്യം അതിൻ്റെ സീക്വൻസ് നമ്മൾ നോക്കണം. ഒരു ശുചീകരണ തൊഴിലാളിയും തുടങ്ങുന്നു. അയാൾ പറയുന്നു, അയാൾ 100-150 സ്ത്രീകളെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ചില പെൺകുട്ടികളെയൊക്കെ സ്കൂൾ യൂണിഫോമിനോടാണ് ചേർത്താണ് കുഴിച്ചു മൂടിയിരിക്കുന്നത്. സ്കൂൾ ബാഗ് കുഴിച്ചു മൂടിയിട്ടുണ്ട്. ബലാത്സംഗം ചെയ്തിട്ട് ഇവരെ കുഴിച്ചിടാനായിട്ട് ബെഡ് ബോഡി അയക്ക് ഇട്ട് കൊടുത്തു. അത് പോയി ചേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ച്, ഇത് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനൊരു രാജ്യമുണ്ടോ? ഇങ്ങനൊരു പ്രദേശമുണ്ടോ? എന്തൊക്കെയാണ്? അതൊരു ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ജനങ്ങളൊരു ക്ഷേത്രത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന നരാധമന്മാരാണോ ഇതൊക്കെ നടത്തുന്നത് എന്ന് സ്വാഭാവികമായി സംശയം തോന്നി. ഇപ്പോൾ ഈ അന്വേഷണം പല ഘട്ടങ്ങളിലായിട്ട് പുരോഗമിച്ചു. പക്ഷേ കോടതി ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തടഞ്ഞത് ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധപ്പെട്ടുകയാണ്. ഇത് തുടങ്ങുന്നത് ഒരു യൂട്യൂബറാണ്. അവിടെ നിന്നാണ് ഈ വാർത്തകൾ തുടങ്ങുന്നത്. വാർത്ത തുടങ്ങി അവസാനം സുജാത ഭട്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീ രംഗത്ത് വരുന്നു. അവർ പൊട്ടിക്കരയുന്നു. അവരുടെ മകൾ MBBS പഠിച്ചുകൊണ്ടിരുന്ന അനന്യ ഭട്ട് എന്ന് പറയുന്ന
അവരുടെ മകള് ഈ ധർമ്മസ്ഥലയിൽ വന്ന് കൊല്ലപ്പെട്ടു. അവർ ഈ പരാതി പറയാനായിട്ട് ധർമ്മസ്ഥലത്തിൻ്റെ അധികാരികളെ കണ്ടപ്പോൾ വളരെ മോശമായിട്ട് അവരോട് പ്രതികരിച്ചു. ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. ഇത് ഇങ്ങനൊരു സ്ത്രീ പറഞ്ഞപ്പോഴേ സ്വാഭാവികമായും നമ്മൾ സംശയിക്കുമല്ലോ ഇതൊക്കെ എന്തൊക്കെയാണ് വിശ്വസിക്കുമല്ലോ. സ്ത്രീ പറയുന്ന സ്റ്റേറ്റ്മെന്റ് വിശ്വസിക്കും, അമ്മയാണ് പറയുന്നത്, അമ്മയാണ്. അപ്പോൾ അവസാനം അന്വേഷണം വന്ന് നിൽക്കുന്നത് ആദ്യം പരാതി കൊടുത്ത ശുചീകരണ തൊഴിലാളി, അവൻ കൊടുത്ത സകൽ സ്റ്റേറ്റ്മെൻറ്റും കള്ളമായിരുന്നു, ഫാബ്രിക്കേറ്റഡായിരുന്നു. അവൻ അവിടെ നിന്ന് ഒരു തലയോട്ടി എടുത്തില്ല, ബോഡി എടുത്തില്ല. പിന്നെ ഒരുപാട് ആളുകൾ വന്ന് മരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് തലയോട്ടികൾ കിട്ടണ്ടേ? പിന്നെ ആരുടെയെങ്കിലും പുരയിടം കുഴിച്ചെടുത്താൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന തലയോട്ടികളോ സ്ഥലമോ പിന്നെ സ്കള്ളോ ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ ഇത് അതും ഇല്ലായിരുന്നു. അതതിൻ്റെ ഏറ്റവും വലിയ രസം. കാടല്ലേ, അവിടെ ഒന്നും ഇല്ലായിരുന്നു. അവസാനം അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്. സുജാത ഭട്ടനെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞവർ പ്രസവിച്ചിട്ടേ ഇല്ല. അനന്യ ഭട്ടൻ എന്ന് പറഞ്ഞൊരു മകൾ അവർക്കില്ല. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ പത്രപ്രവർത്തന കുപ്പായമിട്ടിരിക്കുന്ന നികൃഷ്ട ജീവികളുണ്ടല്ലോ, വാർത്ത കൊടുത്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അനന്യ ഭട്ടൻ എന്നൊരു സ്ത്രീ പറയുന്നു എൻ്റെ മകള് സുജാത ഭട്ടൻ എന്നൊരു സ്ത്രീ പറയുന്നു എൻ്റെ മകൾ അനന്യ ഭട്ടൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വലിയ പ്രചാരണത്തിലുള്ള സ്ഥലമല്ലേ ഇന്ത്യ. ഒരുപക്ഷേ താങ്കൾക്ക് ഓർമ്മ കാണും, മദ്രാസിൽ AICC മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ് ചിത്ര വിശ്വേശ്വരന് ഒരു വാർത്ത കൊടുക്കുന്നത് ബൊഫോഴ്സ് കൈക്കൂലിയായിട്ട് ബന്ധപ്പെട്ട കാര്യം. അത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ജീവിതം പണയം വെച്ചുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ പിന്നെ അനിത പ്രതാപ്, നമ്മുടെ ഒരു പത്രപ്രവർത്തക, ജീവൻ പണയം വെച്ച് പോയി പിന്നെ നമ്മുടെ തമിഴ് പുലിയുടെ നേതാവ് പുലി പ്രഭാകരൻ ഇൻ്റർവ്യൂ. അപ്പം അങ്ങനെ വലിയ പത്രപ്രവർത്തകരുള്ള സ്ഥലത്ത് ഏതോ ആൾ ഇവർ കൊടുത്ത ആരോപണത്തിനെ കുറിച്ച് പത്രത്തിൽ കൊടുത്തിരിക്കും ഒരു പരാതിയില്ല. കൊടുക്കണം. ധർമ്മസ്ഥലയിലെ അധികാരികൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം, കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം, അർഹമായി ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കണം. പക്ഷേ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ ചിത്ര വിശ്വനാഥനെ പോലെ വിശ്വേശ്വരനെ പോലെ ഒരാളെ അയക്കണമെന്ന് ഹിന്ദുവിന് തോന്നി. എത്രയോ ആരോപണങ്ങൾ കൊണ്ടുവന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് അവർക്ക് തോന്നിയത്. പിന്നെ ഇവിടെ മലയാളത്തിൽ പിന്നെ ഒന്നും പറയണ്ട, എങ്കിൽ പോലും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് അവിടെ പോയി ഇതിൻ്റെ സത്യസ്ഥിതി ഒന്ന് അന്വേഷിക്കാൻ തോന്നി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഹൈന്ദവ ക്ഷേത്രത്തെ പരിപൂർണമായി തകർക്കാനും അതിൻ്റെ നടത്തിപ്പുകാരെ ഡിമോറലൈസ് ചെയ്യാനും അപമാനിക്കാനും നടത്തിയ വലിയൊരു ശ്രമത്തിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഇത് ആഘോഷിച്ച നമ്മുടെ മൗദൂദി ചാനലിന് അൽ ജസീറ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലാണ് ഒരു ബ്രാഞ്ച് ഉള്ളത്. വേറെ ഒരു സംസ്ഥാനത്തും ബ്രാഞ്ചില്ല. അവിടുത്തെ അടുപ്പുകൂട്ടി ചർച്ചയിൽ മതേതരത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന 3 മഹാത്മാക്കൾ വരുന്നുണ്ട്. അവർ ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവരെ കാണുമ്പോൾ എനിക്ക് വലിയ ബഹുമാനം തോന്നും. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ കേരളത്തിൽ മതേതരത്വം നിലനിർത്തിയിരിക്കുന്ന ത്രിമൂർത്തികൾ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും 3 പേര് അവിടെ ഇരിപ്പുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു അത് പരിപാലിക്കുന്നു, മഹേശ്വരൻ സംഹരിക്കുകയും ചെയ്യുന്നു. ഈ 3 പേരും കാണുന്നുണ്ട്. അത് വലിയൊരു സ്വത്താണ്. നമ്മുടെ ഒരു ഇന്ത്യക്ക് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്നൊരു പ്രസ്ഥാനമാണത്. അപ്പോൾ എന്തായാലും പോട്ടെ, അവർ നന്നായിട്ട് ആഘോഷിച്ചതിൻ്റെ പിന്നിൽ അവരുടെ മനസ്സിൽ വർഗീയ കുടില പ്രേരണയാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ ഈ ധർമ്മസ്ഥലം മാത്രമാണോ പ്രശ്നം? എനിക്കതാണ് അന്വേഷണം ചോദിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുന്നേ തലയോട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, ബലാത്സംഗം, കുഴിച്ചുമൂടാൻ നിർബന്ധിതനായി, ജീവന് ഭീഷണി, എല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്ത്? അതിനുത്തരം കിട്ടണ്ടേ? അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരായിരുന്നു? അതിനുത്തരം കിട്ടണ്ടേ? അതേക്കുറിച്ച് താങ്കളുടെ റീഡിങ് എന്താ? തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് കൃത്യമായി അന്വേഷിച്ച് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. അവർക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രത്യേകമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കണം. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, കർണാടക ഗവൺമെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ദേശവിരുദ്ധ ശക്തികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത്, സിദ്ധരാമയ്യ. അത് വളരെ അപകടകാരിയാണ്. പക്ഷെ കുറച്ച് രാജ്യസ്നേഹമുള്ളൊരുതിനാണ് DK ശിവകുമാർ മാന്യനുമാണ്. മറ്റേയാൾ അങ്ങനെയല്ല. അതായത് ശിവകുമാറിനെ മുന്നേ നിർത്തി അധികാരം പിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനം കൈക്കലാക്കി എന്ന് മാത്രമല്ല, ശിവകുമാറിനെ ക്യാബിനറ്റിൽ അന്തസ്സായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പോലും തയ്യാറായ ഒരുത്തനല്ല. സിദ്ധരാമയ്യയുടെ ചരിത്രം തന്നെ വളരെ മോശം ചരിത്രം. അതിലേക്ക് പോകുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുന്ന കർണാടകത്തിലെ ഗവൺമെൻറ് അന്വേഷിക്കുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് കേന്ദ്ര ഏജൻസി വരുമെന്നാണോ താങ്കൾ പറയുന്നത്? വരണം. പിന്നെ എന്തിനാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നേ?
കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഇത്ര വലിയൊരു ആരോപണം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിനെതിരെ ഉണ്ടായപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ശക്തികൾ ആരൊക്കെയാണ്? അവരെ പുറത്തു കൊണ്ടുവരാനും അവരെ ശിക്ഷിപ്പിക്കാനും അല്ലെങ്കിൽ ശിക്ഷ വാങ്ങി കൊടുക്കുവാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ കേന്ദ്രഭരണം കഴിയുന്നൊരു കാര്യം എന്തായിരിക്കും? മനസ്സിലായി. താങ്കൾ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞൊരു കാര്യം, ഈ ഒരു വിഷയം മീഡിയ വൺ ചാനൽ അതിൽ ഈ പറയുന്ന അടുപ്പുകൂട്ടി ചർച്ചയിൽ ഇതൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്തു. കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ മതനിരപേക്ഷ മൂല്യങ്ങൾ തകരുന്ന ഏത് വിഷയത്തിലും അവർ ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, ധർമ്മസ്ഥല വിഷയത്തിലേക്ക് വരുമ്പോൾ മീഡിയ വണ്ണും താങ്കൾ ആ ഒരു പേര് ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ശരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് മീഡിയ വൺ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവർ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വല്ലതും ചേർത്ത് വായിക്കാനാണോ താങ്കൾ ശ്രമിക്കുക? ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ? ഈ ധർമ്മസ്ഥല വിഷയം ഇന്ത്യക്ക് പുറത്തൊരു മാധ്യമം സംപ്രേഷണം ചെയ്ത അൽ ജസീറയാണ്. അൽ ജസീറ ആരാണ്? BBC പോലെ അത് തന്നെ വേറെ സ്റ്റൈലാണെങ്കിൽ പോലും കുറേ മതേതരത്വം അതിനകത്തുണ്ടല്ലോ. അൽ ജസീറയുടെ താല്പര്യം എന്താണ്? അൽ ജസീറയുടെ താല്പര്യവും മീഡിയ വണ്ണിൻ്റെ താല്പര്യവും ഐഡൻറ്റിഫൈ ചെയ്യണം ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന കൃത്യമായി പുറത്തു കൊണ്ടുവരേണ്ടതിൻ്റെ ധാർമ്മികമായും സാങ്കേതികമായ ഉത്തരവാദിത്വം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് ചോദിച്ചാൽ റൂമറുകൾ പ്രചരിക്കും. റൂമറുകൾ പ്രചരിക്കുമ്പോൾ കൂടുതൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ വരും. ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ പ്രശ്നം നടന്നു. ഛത്തീസ്ഗഡിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കി? RSSകാരെ കുറിച്ച് ഇവർ പിന്നെ കുറ്റം പറയുന്നില്ല. ഈ പറയുന്ന ബജരംഗ് ദളിന്റെ ഞാൻ പറഞ്ഞത് തീവ്ര സ്വഭാവമുള്ള ആളുകൾ സംഘടിക്കേണ്ടത്. എൻ്റെ മതത്തിലെ അല്ലെങ്കിൽ മറ്റൊരു മതത്തിലെ വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് ഭീഷണി വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനകളുണ്ട്. പണ്ട് അമേരിക്കയിലെ KKK സംഘടനയാണ്, കുൾ ക്ലുക്സ് ക്ലാൻ. അതാണ് അത് ഒരു നെഗറ്റീവ് സംഘടനയാണ്. അത്തരം നെഗറ്റീവ് സംഘടനകൾ, അതായത് ക്ഷേത്രം സംരക്ഷിക്കാൻ ഗവൺമെൻറ് കഴിയുന്നില്ല, കുറ്റവാളികളെ കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. അപ്പോൾ BJP ഗവൺമെൻറ് കഴിയുന്നു പിന്നെ ഇരിക്കുന്നു, അതുകൊണ്ട് മാത്രം ഇതെല്ലാം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചാൽ അത് അവരുടെ കാലിബറിനെ ആശ്രയിച്ചിരിക്കുന്നൊരു കാര്യമാണ്. എന്താ അവർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ടാകും. ഞാനീ പറഞ്ഞ പോലെ ഒരുപക്ഷെ അത് ബജരംഗ് ദളോ അതിനേക്കാൾ തീവ്രമായ സ്വഭാവമുള്ള സംഘടനകളുണ്ടാകും. വലിയ ഒരു വർഗീയ കലാപത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അവിടെ ഒരു സംശയമുണ്ട്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ജൈന മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു വിഷയമുണ്ട്, അത് സജീവമായി ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക സംഘടനയ്ക്ക് അതിൽ എന്താണ് താല്പര്യം? അവർക്ക് എങ്ങനെയാണ് ഇതിലൊരു ബെനിഫിറ്റ് കൊയ്യാൻ സാധിക്കുക? അല്ല, ഇസ്ലാമികമായി കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾക്കൊന്നും അതിനകത്ത് വലിയ താല്പര്യം വരേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഇസ്ലാമിക സംഘടന എന്നുള്ള നിലയിൽ മാത്രം ഞാൻ ഇസ്ലാമിൻ്റെ സംഘടന, ഇപ്പോൾ ഇസ്ലാമിക സംഘടനയെക്കുറിച്ച് ചോദിച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇസ്ലാംസിനെ നമ്മൾ നോക്കാമെങ്കിൽ 3 തരത്തിലുള്ള സ്ട്രീംസ് മുസ്ലിംസിൽ കാണാം. ഒന്ന് 3 സലഫിസമാണുള്ളത്. ഒന്ന് ഒരു മൃദുല സലഫിസം. മൃദുല സലഫിസം എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ മതവീക്ഷണമുണ്ട്. 5 നേരം നിസ്കരിക്കാനും ഖുർആൻ അനുശാസിക്കുന്ന ജീവിതമാർഗ്ഗത്തിൽ അവർ ജീവിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നും അവർ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. മതത്തെ അവർ രാഷ്ട്രീയമായിട്ട് മിക്സ് ചെയ്യുന്നതേ ഇല്ല. വിശ്വാസത്തെ വിശ്വാസമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ അവരവരുടെ രാഷ്ട്രീയത്തിലേക്ക് മതം കലർത്തുന്നില്ല. അതാണ് മൃദുല സലഫിസം എന്ന് പറയുന്നത്. രണ്ടാമതൊരെണ്ണമുണ്ട്, അത് സക്രിയ സലഫിസമാണ്. അതായത് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണം, ന്യായമായി നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണം, അതിന് ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ മുസ്ലിങ്ങളുടെ താല്പര്യ സംരക്ഷണം ലീഗ് അതാണ് ചെയ്യുന്നത്. ലീഗ് ഒരിക്കലും ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ ലീഗിനെ കുറിച്ച് ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല. അവർ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അവരൊരിക്കൽ പോലും തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, തീവ്രവാദം സ്പോൺസർ ചെയ്തിട്ടില്ല. അപ്പോൾ അവരൊരു സക്രിയ സലഫിസമാണ്. അതേസമയം മുസ്ലിങ്ങളുടെ താല്പര്യം, ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ച് പറയും, ഒരിക്കലും സെക്യുലർ പാർട്ടിയല്ല. അതങ്ങനെ മുസ്ലിം ലീഗ് പിന്നെ മതേതര പാർട്ടിയാണ്. അതിൻ്റെ പേരെന്താണ്? മുസ്ലിം. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ നേതാക്കന്മാരാരാണ്? അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ചുമ്മാ ഈ രാഷ്ട്രീയക്കാരന് വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്ന, വിഡ്ഢിത്തം പറയുന്ന, ഉദരപൂർണ്ണത്തിന് നടക്കുന്ന രാഷ്ട്രീയക്കാരൻ പറയും. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു കൃത്യമായി ഒരിക്കലും അതൊരു പിന്നെ മതേതര പാർട്ടിയല്ല, പക്ഷേ അതിനൊരു ജനാധിപത്യ സ്വഭാവം. ഇനി തീവ്ര സലഫിസമുണ്ട്. തീവ്ര സലഫിസം ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ രാജ്യം നിലനിർത്താൻ വേണ്ടി യുദ്ധത്തിനിറങ്ങിയിരിക്കുന്ന ആളുകളാണ്. അവരാണ് ആലപ്പുഴ പറഞ്ഞത് കുന്നിരിക്കും, പിന്നെ അതുപോലെ തന്നെ മലരും ഒക്കെ കരുതി വെച്ചു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അവരാണ്. എത്രയോ കാലം ലീഗ് ഇവിടെ പ്രവർത്തിക്കുന്നു. 67 തൊട്ട് കേരളത്തിലെ ഭരണത്തിൽ ലീഗ് പങ്കാളിയല്ലേ? അവരിതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം അത് പറഞ്ഞ തീവ്ര സ്വഭാവമുള്ള ആളുകൾ. ഈ തീവ്ര സ്വഭാവം ഒരു സലഫിസമാണ്.
അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം സംഘടനകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇതിൽ ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ട്. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് വന്ന മനഫ് എന്ന് പറഞ്ഞ ഒരു പയ്യനകത്ത് എന്താണ് താല്പര്യം? യൂട്യൂബറിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണ്? ആരാണ് സുജാത ഭട്ടിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്? ആരാണ് ഈ ശുചീകരണ തൊഴിലാളിയെ വാടകയ്ക്കെടുത്തത്? കൃത്യമായി പ്ലാൻ ചെയ്ത് സകല യൂട്യൂബർമാരും ഒന്നിച്ചു വന്ന് ഈ ധർമ്മസ്ഥലയിലേക്ക് പോയി ധർമ്മസ്ഥല വലിയ കൊലപാതകത്തിൻ്റെ കേന്ദ്രമാണെന്ന് വ്യാപകമായി പ്രചരണം കൊടുത്തതിൻ്റെ പിന്നിൽ തീവ്രവാദ കക്ഷികളുണ്ട്, തീവ്രവാദമുണ്ട്, മത തീവ്രവാദമുണ്ട്. അത് കണ്ണടച്ചിട്ടിരുന്നൊരു കാര്യം എന്താണ് നിശ്ചയം? അത് സത്യമല്ലേ? കണ്ണു തുറന്ന് നോക്കിയാൽ കാണാമല്ലോ. എന്ന് പറഞ്ഞതിന് അർത്ഥം എല്ലാവരും തീവ്രവാദിയാണെന്നല്ല, തീവ്രവാദമുണ്ട്. ചില തീവ്രവാദ സംഘടനകൾ അവരുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഹൈന്ദവരുടെ വികാരം വ്രണപ്പെടും, അതിനുള്ളൊരു സന്തോഷം, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് രാജ്യത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് അവിടെ നമ്മൾ മുഴുവൻ പ്രശ്നമാണ്. അല്ല, അതിൻ്റെ മറുപടി പറയണമെങ്കിൽ നമുക്ക് വേറെ ഇൻ്റർവ്യൂ വേണ്ടി വരും. കാരണം ഒരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അത് വേറെ വിഷയമാണ്. ഇന്ത്യയിലെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ അവർ നടന്ന ശ്രമങ്ങൾ വേറെ കാര്യമാണ്. അതിപ്പോൾ പറയുന്ന കാര്യം മനസ്സിലായി. ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹൈന്ദവ സംഘടനകൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത് ഹൈന്ദവ സംഘടനകളെ അല്ലെങ്കിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവ ആരാധനാലയങ്ങളെ തകർക്കാൻ ബോധപൂർവമായൊരു നീക്കം സർക്കാർ തലത്തിലും അല്ലാതെയും നടക്കുന്നു എന്ന് പറയുന്നു. ശബരിമല വിഷയമൊക്കെ കേരളത്തിൽ ഇതൊരു വിഷയമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഹൈന്ദവ സംഘടനകൾ. ഈ ഒരു വിഷയത്തെ താങ്കൾ അതുമായി ചേർത്ത് വായിക്കാൻ താല്പര്യപ്പെടുന്നു? അല്ല, അത് വളരെ പകൽ പോലെ വ്യക്തമാണ്. കാരണം എന്നറിയാം, രണ്ടാം നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നവോത്ഥാനം ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലുള്ളൂ, വേറെ എങ്ങും നവോത്ഥാനമില്ല. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു, ഇനി അനുഭവിക്കുകയും ചെയ്യും. അതൊക്കെ വേറെ കാര്യം. രാഷ്ട്രീയമായിട്ട് ഇത് നവോത്ഥാനം വന്നവരൊക്കെ എങ്ങോട്ട് പോകുന്നുള്ള കാര്യം കുറച്ച് കഴിയുമ്പോൾ നോക്കുകയാണ്. അപ്പോൾ ഈ രണ്ടാം നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്തത്? ശബരിമലയിൽ വിശ്വാസങ്ങളെ ലംഘിച്ചുകൊണ്ട് ചില സ്ത്രീകളെ കയറ്റി. അതിലെ ചില വ്യഭിചാരി സ്ത്രീകളും അവിടെ പോയതായിട്ടാണ് ആരോപണമുള്ളത്. അതായത് ഒരുത്തിയുടെ ഇരുമുടിക്കെട്ടിലെ സാനിറ്ററി നാപ്കിൻ കൊണ്ടാണ് ഒരുത്തി ക്ഷേത്രത്തിലോട്ട് പ്രവേശിച്ചത്. ഞാൻ ചോദിച്ചത്, സാനിറ്ററി നാപ്കിനുമായിട്ട് ശബരിമല പോലെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഈ സ്ത്രീയെ വേറൊരു മതത്തിൻ്റെ ആരാധനാലയത്തിലാണ് അവൾ പ്രവേശിച്ചതെങ്കിൽ അവൾ ജീവനോടെ കാണുമെന്ന് ആലോചിക്കണം. ശബരിമല ആയണ്ടല്ലേ നടന്നത്? ശബരിമല സ്ത്രീയെ പ്രവേശിച്ചപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്നെ അവകാശവാദം, ഞങ്ങൾ സ്ത്രീയെ ശബരിമല പ്രവേശിച്ചു. രണ്ടാം വിപ്ലവം നടന്നോ? രണ്ടാം നവോത്ഥാനം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ശബരിമല എന്തിനാ തകർക്കാൻ ശ്രമിക്കുന്നത്? ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. രണ്ട്, ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ ഹിന്ദുക്കൾ മാത്രമല്ല. എൻ്റെ പല ക്രിസ്ത്യൻ സുഹൃത്തുക്കളും പോകാറുണ്ട്. കോന്നിയിലുണ്ടായിരുന്ന അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഡ്രൈവർ, അദ്ദേഹം മുസ്ലിമാണ്. എല്ലാ വർഷവും ശബരിമല പോകും, എല്ലാ വർഷവും ശബരിമല പോകും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഹൈന്ദവരുടെ ഏകീകരണം നടന്നതിൻ്റെ ശബരിമല രണ്ടാം നവോത്ഥാനത്തിൻ്റെ റിസൾട്ടായിരുന്നല്ലോ 19 റിസൾട്ട് കണ്ടത്. എവിടെ? കമ്മ്യൂണിസ്റ്റുകാർ താമസിക്കുന്ന ബൂത്തുകളിൽ ഇടതുപക്ഷം തോറ്റില്ലേ? തീർന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ഭാഗമാണ്. അതിനെയും കൂടുതൽ ശക്തമാകുമുണ്ടാകുന്ന ഒരു അപകടമാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് പോകും, അത് അപകടം ചെയ്യും. അപ്പം ഹൈന്ദവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മറ്റ് മതസ്ഥരുമായിട്ട് ചേർന്ന് നിൽക്കാനും കഴിയുന്ന ഒരു കൾച്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഹൈന്ദവ തീവ്രവാദം വളരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അത് ശരിയാണെന്ന് അഭിപ്രായമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് നയിക്കും എന്നുള്ളൊരു ആശങ്കയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ 2-3 പേരുകൾ പറഞ്ഞു. ഒന്ന് അൽ ജസീറയുടെ കാര്യം പറഞ്ഞു, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ വൺ ചാനലിൻ്റെ പേര് പറഞ്ഞു, ഗൂഢാലോചന പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ഇസ്ലാമിക താല്പര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ഗൂഢാലോചനയാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? അന്തർദേശീയ ഗൂഢാലോചനയിൽ ഇപ്പോൾ ഇതിനകത്ത് കേരളത്തിലെ ഇത്തരം ഒരു പ്രവർത്തനം നടത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഒരു മുസ്ലിം രാജ്യങ്ങളും താല്പര്യപ്പെടുന്നില്ല. സൗദി അറേബ്യയും UAE അവർക്കൊക്കെ വേറെ ജോലിയുണ്ട്, അവരിവിടെ വന്ന് ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. മറിച്ച് അന്തർദേശീയ ഗൂഢാലോചന ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. അതിൽ മുസ്ലിം രാജ്യങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം മത സംഘടനകളുടെ നേതാക്കന്മാരോ മുസ്ലിം രാഷ്ട്രത്തലവന്മാരോ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ചട്ടുകമായിട്ട് മീഡിയ വൺ ചാനലും അൽ ജസീറയും പ്രവർത്തിക്കുന്നത് എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും? കാശ് കൊടുത്താൽ കിട്ടാത്ത ഏത് പത്രക്കാരനും ഇവിടെ ഉള്ളത്? പണം കൊടുത്താൽ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു പത്രമോ പത്രപ്രവർത്തനമോ പത്രമുതലാളിയെ താങ്കൾ പറയും. ഞാൻ അന്നേരം അതിന് മറുപടി പറയാം. ഇന്ന പത്രം, ഇന്ന പത്രക്കാരൻ, ഒരാളുടെ പേര് എത്ര വർഷങ്ങളായിട്ട് താങ്കൾ ഈ രംഗത്ത് നിൽക്കുന്ന ആളാണ്, നിരവധി രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആളല്ലേ, നിരവധി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ഞാനതാണ് ചോദിച്ച ഒരാളുടെ പേര് പറയാം, ഞാൻ ആ ആളിനെ കുറിച്ച് മറുപടി പറയാം. വന്നത് ഞാൻ അടച്ച് പറയണ്ടല്ലോ എന്ന് വെച്ചാൽ പറയാതിരുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, താങ്കൾ മുമ്പൊരു ചോദ്യം ചോദിച്ചു. ഇത് 1 ശബരിമല, 2 തിരുപ്പതി, ലഡു. തിരുപ്പതിയിൽ ജഗ്മോഹൻ റെഡ്ഡി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുപ്പതിയുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന പെന്തിക്കോസ്തുകാരായിരുന്നു. വേഷം മാറി അവിടെ ഇരിക്കുന്നത്. ജഗ്മോഹൻ റെഡ്ഡി ക്രിസ്ത്യൻ നെയിമാണ്, ബ്രഹ്മാനന്ദ റെഡ്ഡി ക്രിസ്ത്യൻ നെയിമാണ്. ഇപ്പോൾ സുദർശൻ റെഡ്ഡി എന്ന് പറഞ്ഞൊരു ഒരാൾ കേരളയിൽ പിടിച്ചുകൊണ്ട് വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ നിർത്തുന്നത്. അത് പിന്നെ നമുക്ക് വേറെ വിഷയമായിട്ട് ചർച്ച ചെയ്യാം, അദ്ദേഹത്തിൻ്റെ മഹത്തായ വിധികളെക്കുറിച്ചൊക്കെ. അതവിടെ വരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ തിരുപ്പതിയെ തകർക്കാൻ ശ്രമിച്ചു.
ബോധപൂർവം തകർക്കാൻ ശ്രമിച്ചതാണ് ഈ മൃഗക്കൊഴുപ്പ് കലർത്തിയ ഈ ലഡുവിതൾ. ഇനി മൂന്നാമതൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. കുംഭമേള. എത്രയോ കോടിക്കണക്കിന് ആളുകൾ വന്ന സ്ഥലമാണ് കുംഭമേള. കുംഭമേളയിൽ ഒരു ചെറിയ ഒരു തിരക്കുണ്ടായപ്പോൾ 5, 10, 30 പേര് മരിച്ചുപോയി. അതൊരു തിരക്കിലുണ്ടാകുന്ന ഈ ഫുട്ബോൾ മത്സരത്തിന് വന്ന ആളുകൾ മരിക്കുന്നില്ലേ? കർണാടകത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ കാണാൻ വന്ന ആളുകൾ പ്രോഗ്രാം നടത്തി DJ അതെ. അപ്പം പക്ഷേ ഭയങ്കര പ്രചരണമല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുത്തത്. വലിയ പ്രശ്നമാണ് കുംഭമേള, പോയാൽ മരണം സുനിശ്ചിതമാണ്, നിങ്ങളാരും അങ്ങോട്ട് പോകരുത്. ഇതിനാണ് ഞാൻ പറഞ്ഞത്, നികൃഷ്ട ജീവികളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. നികൃഷ്ട ജീവികൾ. ഇതിനെക്കുറിച്ചല്ലാതെ വേറെ ഒന്നും പറയാനൊക്കത്തില്ല. ഏറ്റവും നികൃഷ്ട ജീവികളുള്ള ഒരു ചാനൽ ഏഷ്യാനെറ്റാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അതിനെ വേശ്യാനെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം മാധ്യമങ്ങൾ പണം വാങ്ങി മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമ പ്രവർത്തകർ അവർ സൃഷ്ടിക്കുന്ന ഒരു ലോകം നമ്മുടെ സമൂഹത്തെ വളരെ ഭീകരമായി വർഗീയവൽക്കരിക്കും. ഭീകരവാദം ഇവിടെ ശക്തമാകും. ഒരു ഹിന്ദു മതമൗലികവാദം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ നിവൃത്തിയില്ലാതെ അത് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളായിരിക്കില്ല, ഇവിടുത്തെ മാധ്യമങ്ങളായിരിക്കും. സംശയിക്കുകയാണ്. ഏതായാലും ധർമ്മസ്ഥലയിലെ കേസന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം താങ്കൾ പറഞ്ഞതുപോലെ വരുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നമുക്ക് നോക്കാം. അപ്ഡേറ്റ്സ് വരട്ടെ, ശേഷം ചർച്ചകളാണ്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.